കൊച്ചിയിൽ കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും വിവിധ തീരപ്രദേശങ്ങളിൽ അടിഞ്ഞു. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ എല്ലാം കടൽക്ഷോഭത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു. വർക്കലയിലും അഞ്ചുതെങ്ങിലും പ്രദേശവാസികൾ കണ്ടെയ്നറിനുള്ളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാരി കരയിലെത്തിച്ചു. MSC എൽസ 3 കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ പുലർച്ചെയോടെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരത്തടുത്തു. 10ലധികം കണ്ടെയ്നറുകൾ വർക്കല, മാന്തറ, പാപനാശം, അഞ്ചുതെങ്ങ് തുടങ്ങിയ തീരപ്രദേശങ്ങളിലാണ് എത്തിയത്. നിരവധി ആളുകൾ ബലിതർപ്പണത്തിലെത്തുന്ന വർക്കല പാപനാശം ബീച്ചിലേക്ക് കണ്ടെയ്നറുകളിലെ ഉൽപ്പന്നങ്ങൾ ഒഴുകിയെത്തി. കൂടുതൽ കണ്ടെയ്നറുകൾ വരും മണിക്കൂർ അല്ലെങ്കിൽ നാളുകളിൽ പലയിടങ്ങളിലേക്ക് അടിയാനുള്ള ഒരു സാധ്യത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട്. നിലവിൽ ഏതാണ്ട് 643 കണ്ടെയ്നറുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്നുള്ളത് മനസ്സിലാക്കുന്നത്. കണ്ടെയ്നറിന്റെ അടുത്തേക്ക് പോകരുതെന്ന് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ആളുകൾ പാലിച്ചില്ല. തുടർച്ചയായിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വിന്യായം ഒരു പൊക്കം കാണുന്നു. പോലീസുകാരെന്ന് പറഞ്ഞു ഇത് കെമിക്കലാണ്, ആരും തുടരുന്നു. അപ്പോൾ രണ്ട് വെള്ളത്തിൻ്റെ ഒരു പീസ് 5 മാമ്പഴം കൂടെ പോകുന്നു. കൊല്ലത്തടിഞ്ഞ ഒരു കണ്ടെയ്നർ ക്രെയിൻ ഉപയോഗിച്ച് കരക്കെത്തിച്ചു. ജില്ലാ കളക്ടറിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടി. ഇത് ഒന്നാമത്താണ്. ഇത് കരയിൽ ഇത് കുറച്ച് ലോഡുണ്ട്. അപ്പോൾ ആ സാധനം എടുത്തിട്ട് ഈ കരയിലോട്ട് വാർഫിലോട്ട് വെച്ചിട്ട് അടുത്തത് ഇവിടെ കൊണ്ടുവന്നിട്ട് അതും കൂടി ലിഫ്റ്റ് ചെയ്യാൻ അതാണ് ചെയ്യുന്നത്. ഇന്നലെയും ഇന്നുമായി 40ലധികം കണ്ടെയ്നറുകൾ തെക്കൻ ജില്ലകളിലെ വിവിധ തീരങ്ങളിൽ അടിഞ്ഞു. കൊല്ലത്ത് താന്നി, വെടിക്കുന്ന്, കാക്കത്തോപ്പ് ഉൾപ്പെടെയുള്ള തീരങ്ങളിലാണ് ഇന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നറിനുള്ളിൽ നിന്ന് ഇന്ന് ലഭിച്ചതിൽ കൂടുതലും പോളിത്തീൻ ഉൽപ്പന്നങ്ങളായിരുന്നു. ശക്തമായ കാറ്റും ഉയർന്ന തിരമാലയുമാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രധാന വെല്ലുവിളി. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കരമാർഗവും കടൽമാർഗവും കണ്ടെയ്നറുകൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഷിജോ കുര്യനോടൊപ്പം കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.